HSA നാച്ചുറൽ സയൻസ്. നമ്മൾ മൊഡ്യൂൾ 1 വിറ്റേക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കിങ്ഡം പ്രോട്ടിസ്റ്റ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ഇത്രയും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 20 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിൽ ഈ 20 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഓർക്കുക, ഒന്നാമത്തെ ചോദ്യം 5 കിങ്ഡം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം വർഗീകരണം ഏതിനെ ആസ്പദമാക്കിയുള്ളതാണ്? ഓർക്കാം. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻസിൽ ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻസ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ കോശഭിത്തി, സെൽ വാൾ, ജനിതക വസ്തു, ജനറ്റിക് മെറ്റീരിയൽ, കോശാംഗങ്ങൾ, ഓർഗനലെ, പോഷണ രീതി. അപ്പോൾ ഇതിൽ അനുയോജ്യമായത് മോഡ് ഓഫ് ന്യൂട്രീഷനാണ്, പോഷണ രീതിയാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പോഷണ രീതിയാണ്, മോഡ് ഓഫ് ന്യൂട്രീഷൻ. നമ്മളന്ന് പഠിച്ചു, ആട്ടോട്രോഫിസ് ആൻഡ് ഹെറ്ററോട്രോഫിസ് എന്ന് പറയുകയുണ്ടായി. ഇനി അടുത്ത ചോദ്യം, അപ്പോൾ ഇതിൻ്റെ ആൻസർ പോഷണ രീതിയാണ്. ഇതാണ്. ഏതാണ് ആദ്യം രൂപം കൊണ്ടത്? ഓർക്കുക, പ്രോകാരിയോട്ടിക് കോശം, യൂകാരിയോട്ടിക് കോശം, ഗ്രീൻ ആൽഗകൾ, ഇതൊന്നുമല്ല. അത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് നമ്മളവിടെ പറയുകയുണ്ടായി. അതിൽ നമ്മളന്ന് പറഞ്ഞതാണ് ആദ്യം രൂപം കൊണ്ടത് പ്രോകാരിയോട്ടിക് കോശം തന്നെയാണ്. നമ്മൾ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് നമ്മളന്ന് പറയുകയുണ്ടായി. അതിൽ നിന്ന് യൂകാരിയോട്ടിക് ഉണ്ടായി, അല്ലെങ്കിൽ ആദ്യം മൊണീറ, പിന്നെ അതിൽ നിന്നും പ്രോട്ടിസ്റ്റയിൽ നിന്നും പ്ലാന്റ്, ഫംഗെ, അനിമേലിയ എന്നിവ രൂപം കൊണ്ടു. ഗ്രീൻ ആൽഗകൾ എന്ന് വെച്ചാൽ അത് പ്ലാന്റിൽ വരുന്നതാണ്. ഇനി എല്ലാ യൂകാരിയോട്ടിക് ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ഓർക്കണം, യൂകാരിയോട്ടിക് ഏകകോശം, ഇപ്പോൾ യൂണിസെല്ലുലാർ യൂകാരിയോട്സ്. യൂണിസെല്ലുലാർ യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്, നമ്മളന്ന് പറഞ്ഞു. മൊണീറ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാറാണ്, പക്ഷേ അത് പ്രോകാരിയോട്സ് ആണ്. ഫംഗസ് മൾട്ടി സെല്ലുലാറാണ്. ബാക്ടീരിയയും മൊണീറ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പ്രോട്ടിസ്റ്റയാണ്. ഇനി അടുത്ത 5 കിങ്ഡം വർഗീകരണം നടത്തിയത് ആര്? അതാണ് നമ്മൾ പറഞ്ഞതാണ്. RH വിറ്റാക്കറാണ് എൻ്റെ ആൻസർ. RH വിറ്റാക്കർ. ലിനേയസ് അല്ല, അരിസ്റ്റോട്ടിൽ അല്ല, പാസ്റ്റർ അല്ല. ലിനേയസ് നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറയാം. അതേപോലെ പല ക്ലാസിഫിക്കേഷൻ, ഫാദർ ഓഫ് ഹയറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഇതൊക്കെ ലിനേയസ് ആണ്. പിന്നെ ഫാദർ ഓഫ് ടാക്സോണമി, ഇതൊക്കെ നമ്മൾ ലിനേയസ് ആണ്, കോൾ ലിനേയസ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ബയോളജിയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിലാണ്. ഫൗണ്ടർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിലാണ്, നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫാദർ ഓഫ് സുവോളജി എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഫാദർ ഓഫ് ബോട്ടണിയാണ് തിയോഫ്രാസ്റ്റസ്. പിന്നെ പാസ്റ്റർ ലൂയി പാസ്റ്റർ, ജേം തിയറി, അത് ലൂയി പാസ്റ്റർ, പാസ്റ്ററൈസേഷൻ, അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ RH വിറ്റാക്കർ തന്നെയാണ്. ഓർക്കുക. ഇനി അടുത്തത് സയാനോ ബാക്ടീരിയ ആണ്. സയാനോ ബാക്ടീരിയ ഏതിൻ്റെ പുതിയ പേരാണ്? സയാനോ ബാക്ടീരിയ ഓർക്കണം, സയാനോ ബാക്ടീരിയ മിക്സോപ്ലാസ്മ അല്ല, മിക്സോമൈസീറ്റ്സ്, മിക്സോഫൈസിയെ. ഓർക്കുക. ഇനി നാലാമത്തെ ഓപ്ഷൻ ഇതൊന്നും അല്ല എന്നാണ്. അപ്പോൾ ഇത് മിക്സോമൈസീറ്റ്സ് ആണ്, ഓർക്കണം. മിക്സോപ്ലാസ്മയല്ല, മൈക്കോപ്ലാസ്മ. ഓർക്കുക, ഇത് മൈക്കോപ്ലാസ്മ എന്നാണ് ഉദ്ദേശിക്കുക. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ അത് ഓർക്കണം, അത് മൊണീറയാണ്. പിന്നെ മിക്സോമൈസീറ്റ്സ്, മിക്സോമൈസീറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഫംഗസ് ആണ്. അപ്പം ഓർക്കുക, സയാനോ ബാക്ടീരിയ മൊണീറ തന്നെയാണ്, മൊണീറിൽ വരുന്നതാണ്. ബാക്ടീരിയ സയാനോ ബാക്ടീരിയ ആർക്കി ബാക്ടീരിയ ആണ്. അപ്പോൾ അതിലെ മൈക്കോപ്ലാസ്മ അതല്ല, അത് വേറെയാണ്. മിക്സോമൈസീസും അത് വേറെയാണ്, ഫംഗസ് ആണ്. അപ്പം ഇതിൻ്റെ പഴയ പേരാണ് മിക്സോഫൈസിയെ എന്ന പഴയ പേരാണ്, മിക്സോഫൈസിയെ. ഓർക്കുക. ഇനി ഡയാറ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയാറ്റംസ് അത് പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ്. ഡയാറ്റംസിൻ്റെ പ്രത്യേകത ചീഫ് പ്രൊഡ്യൂസർ ഇൻ ദ ഓഷ്യൻ എന്നൊക്കെ നമ്മൾ കേട്ടുകയുണ്ടായി. അപ്പോൾ ഡയാറ്റംസ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനകത്ത് ചോദിച്ചാൽ
പ്രോകാരിയോട്സ് അല്ല. യൂകാരിയോട്സ് ആണ്, ബഹുകോശ ജീവിയല്ല. ഡൈകാരിയോൺ മീൻസ് ഇപ്പോൾ ഒരു സെല്ലിനകത്ത് 2 മർമ്മമുണ്ടെങ്കിൽ നമുക്ക് ആ സെല്ലിനെ ഡൈകാരിയോൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഡൈകാരിയോട്ടിക് സെൽ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ കറക്റ്റ്. ഡയാറ്റംസ് ഏതാണ്? യൂകാരിയോട്സ് ആണ്, പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ്. അത് 6ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇനി ഓർക്കുക, 7ാമത്തെ ക്വസ്റ്റ്യൻ സ്ലൈം മോൾഡുകൾ. സ്ലൈം മോൾഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലൈം മോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പറയുകയുണ്ടായി, സ്ലൈം, മ്യൂസിലേജ്, മോൾഡ്, ഫംഗസ്, അത് പ്രോട്ടിസ്റ്റയിലാണ് ഉൾപ്പെടുന്നത്. സ്ലൈം മോൾഡ് പ്രത്യേകതയാണ് ഏതാണ്? ഇലാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ബ്രയോഫൈറ്റ്സിൽ കാണുന്നതാണ്. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനകത്ത് കാണുന്ന സ്പോർ ഡിസ്പേഴ്സലുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ രേണുക്കൾ ഡിസ്പേഴ്സലുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് എലാറ്റേഴ്സും സീഡോ എലാറ്റേഴ്സും. അത് ബ്രയോഫൈറ്റ്സിലാണ്. ബ്രയോഫൈറ്റ്സ് എന്ന് വെച്ചാൽ മോസിലുള്ള 2 ഘടനകളാണത്. ഇനി ആസ്കോസ്പോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇലാറ്റേഴ്സ്, ഇത് സീഡോ ഇലാറ്റേഴ്സ്. ഇത് 2 മോസിൽ വരുന്ന, അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സിൽ വരുന്നതാണ്. ആസ്കോസ്പോർട്സ് എന്ന് പറഞ്ഞാൽ അത് ആസ്കോമൈസീറ്റ്സ്, അതും ഫംഗസിൽ വരുന്നതാണ്. ഓർക്കുക, ഫംഗസിലെ സെക്ഷൽ സ്പോർ എന്ന് പറയാം ആസ്കോസ്പോർ, അത് ആസ്കോമൈസീസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സാക്ക് ഫംഗി എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പം സ്ലൈം മോൾഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് കാപ്പിലീഷ്യം എന്ന് പറയും. എന്താണ് ഈ കാപ്പിലീഷ്യം? ഓർക്കുക, ഇതാണ് കാപ്പിലീഷ്യം. കാപ്പിലീഷ്യം എന്ന് പറഞ്ഞാൽ സ്ലൈം മോൾഡ് എന്ന് പറഞ്ഞാൽ, ഓർക്കുക, സ്ലൈം മോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേ പറഞ്ഞു, സ്ലൈം എന്ന് വെച്ചാൽ മ്യൂസിനേജ്, മോൾഡ് എന്ന് വെച്ചാൽ ഫംഗസ്. ശരിക്കും അതൊരു ഫൈക്കണ്ട ക്ലാസിഫിക്കേഷന് ഡ്രാബാക്ക് നമ്മളൊന്ന് പറയുകയുണ്ടായി. ശരിക്കും സ്ലൈം മോൾഡ് 2 തരത്തിലുണ്ട്. ഒന്ന് എ സെല്ലുലാർ സ്ലൈം മോൾഡ് ഉണ്ട്, മറ്റൊന്ന് സെല്ലുലാർ സ്ലൈം മോൾഡ്. എ സെല്ലുലാറും അപ്പോൾ എ സെല്ലുലാർ എന്ന് വെച്ചാൽ സെല്ല് പോലെയല്ല എന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ സെല്ലെന്ന് പറയുമ്പോൾ അതായത് സെൽ വാളുണ്ട്, ഓർക്കണം. ഇപ്പം ഞാൻ 4 സെല്ല് വരച്ചേക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ സെൽ വാളാണ്. എന്നാൽ ഈ ബൗണ്ടറി ആയ സെൽ വാൾ ഇല്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിനകത്തുള്ളത് നമ്മൾ പ്രോട്ടോപ്ലാസമാണ്, അല്ലെങ്കിൽ സൈറ്റോപ്ലാസം വിത്ത് ന്യൂക്ലിയാണ്. അപ്പോൾ ഈ സെൽ വാൾ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ സൈറ്റോപ്ലാസവും അതേപോലെ ന്യൂക്ലിയസും കൂടെ ഇങ്ങനെ ഒരു മാസ്സായിട്ട് കാണും. അതാണ് എ സെല്ലുലാർ സ്ലൈം മോൾഡ്. മൾട്ടി ന്യൂക്ലിയേറ്റ് മാസ് ഓഫ് സൈറ്റോപ്ലാസം. അതാണ് എ സെല്ലുലാർ സ്ലൈം മോൾഡ് ബോഡി എന്ന് പറയാം. മൾട്ടി ന്യൂക്ലിയേറ്റ് മാസ് ഓഫ് സൈറ്റോപ്ലാസം. ഇനി ഇതിനൊരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡിയം. ഈ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡിയം. അപ്പോൾ ഇത് വാൾലെസ് ആണ്, ഓർക്കുക. വാൾലെസ് മൾട്ടി ന്യൂക്ലിയേറ്റ് പ്രോട്ടോപ്ലാസമാണ്. വാൾലെസ് ആണ്, സെൽ വാളില്ല, ഓർക്കുക. അപ്പോൾ സെൽ വാൾ ഇല്ലാത്ത മൾട്ടി ന്യൂക്ലിയേറ്റ് പ്രോട്ടോപ്ലാസം. പക്ഷേ അറ്റ് ദ ടൈം ഓഫ് റീപ്രൊഡക്ഷൻ ദേ റീപ്രൊഡ്യൂസ് ബൈ സ്പോർട്സ്. ഇവ റീപ്രൊഡക്ഷൻ നടത്തുന്നത് രേണുക്കൾ മുഖേനയാണ്. അപ്പോൾ അവിടെ സ്പൊറാൻഷ്യം ഉണ്ട്. ഇതാണ് സ്പൊറാൻഷ്യം. ഈ സ്പൊറാൻഷ്യത്തിലൊരു വാളുണ്ടാകും, അതിനെ പെറിഡിയം എന്ന് പറയും. ഇതൊരു സ്പൊറാൻഷ്യമാണ്. എന്നാൽ ഇതിനകത്തുള്ള മൾട്ടി ന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസത്തിന് ക്ലീവേജ് അല്ലെങ്കിൽ ഡിവിഷൻ സംഭവിച്ച ഓരോരോ യൂണിന്യൂക്ലിയേറ്റ് സൈറ്റോപ്ലാസ്മിക് യൂണിറ്റ്സുകൾ അല്ലെങ്കിൽ ബിറ്റ്സുകൾ ഉണ്ടാകും. അതാണ് സ്പോറായി മാറുക. ഇനി ഈ സ്പൊറാൻഷ്യത്തിന് ബലം കൊടുക്കുന്നതിന് ഇവിടെ ഒരു ത്രെഡിലേക്ക്, ഇതാണ് ബ്രാഞ്ചിങ് സിസ്റ്റം ഓഫ് ത്രെഡ്സ് എന്ന് പറയും. ഇതാണ് ഇതിന് ബലം കൊടുക്കുക. ആ ബ്രാഞ്ചിങ് സിസ്റ്റം ഓഫ് ത്രെഡ്സിനെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ചിങ് സിസ്റ്റം ഓഫ് ത്രെഡ്സ്. ത്രെഡ്സ് ആണ്, THREADS. ത്രെഡ്സിനെ വിളിക്കുന്ന പേരാണ് കാപ്പിലീഷ്യം, ഓർക്കുക. അപ്പോൾ ഇത് സ്പൊറാൻഷ്യമാണ്, ഇതിനുള്ളിൽ സ്പോർ ഉണ്ടാകും. അപ്പോൾ ഇത് എസ് സെല്ലുലാർ സ്ലൈം മോഡിൽ ഉണ്ടാകുന്നതാണ്, ഓർക്കണം. അപ്പോൾ ഇവിടെ അനുയോജ്യമായത് ഏതാണെന്ന് വെച്ചാൽ കാപ്പിലീഷ്യമാണ്. സ്ലൈം മോഡുകളുടെ പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് കാപ്പിലീഷ്യം. ഇനി ഒരു പ്രത്യേക വിഭാഗം ജീവികളുടെ ജീവപരിണാമ ചരിത്രം, എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അത് ഏതാണെന്ന് നോക്കാം, ഓർക്കണം. അത് ഒന്ന് ഓണ്ടോജനി. ഓണ്ടോജനി എന്ന് വെച്ചാൽ എന്താണ്? ഓണ്ടോജനി ഓൾ ഡെവലപ്മെൻ്റൽ ഈവൻറ്റ്സ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് എക്സിസ്റ്റൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എംബ്രിയോ ഡെവലപ്മെൻറ്റ്, ഭ്രൂണ വളർച്ച.
അപ്പോൾ ആ ഡെവലപ്മെൻ്റൽ ആസ്പെക്ട്സിനെ എല്ലാം കൂടെ വിളിക്കുന്ന പേരാണ് ഓണ്ടോജനി എന്ന് പറയുക. ഓണ്ടോജനി, ഡെവലപ്മെൻ്റൽ ആസ്പെക്ട്സ്. അപ്പോൾ അതല്ല. ഇനി ഫൈലോജനി. ഫൈലോജനി എന്ന് പറഞ്ഞാൽ അതാണ്. ഫൈലോജനി എന്ന് പറഞ്ഞാലാണ് നമ്മളന്ന് പഠിച്ചിട്ടുണ്ട്. ഫൈലോജനി, ഫൈലോജനറ്റിക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. ഫൈക്കണ്ടം ക്ലാസിഫിക്കേഷനിലെ 4ാമത്തെ ക്രൈറ്റീരിയനാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ, അല്ല ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷനുണ്ട്, അത് വേറെയാണ്. അപ്പോൾ ഫൈലോജനി എന്ന് വെച്ചാൽ അത് തന്നെയാണ് എവല്യൂഷണറി, ജീവപരിണാമ ചരിത്രമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഹോമോളജി എന്ന് വെച്ചാൽ എന്താ? സിമിലാരിറ്റി ഓഫ് സ്ട്രക്ചർ എന്ന് പറയും ഹോമോളജി. അത് എവല്യൂഷനിൽ വരുന്നതാണ്. ഹോമോളജി, സിമിലാരിറ്റി ഓഫ് സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇപ്പം ആം ഓഫ് ഹ്യൂമൻ, മനുഷ്യൻ്റെ കയ്യ്, വിങ് ഓഫ് ബേർഡ്, പക്ഷിയുടെ ചിറക്, ഫ്ലിപ്പർ ഓഫ് ഡോൾഫിൻ അല്ലെങ്കിൽ തിമിംഗലം, അതിൻ്റെ തുഴയെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചർ സെയിമാണ്. പക്ഷേ അതിൻ്റെ ഉപയോഗമനുസരിച്ച് അതിൻ്റെ ബാഹ്യഘടനയ്ക്ക് ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ബേസിക്കലി ദേ ആർ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ സിമിലർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സിമിലാരിറ്റി ഓഫ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹോമോളജി, അല്ലെങ്കിൽ ആ സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹോമലോഗസ് സ്ട്രക്ചേഴ്സ്. അത് എവല്യൂഷൻ അത് പഠിക്കാനുള്ളതാണ്, ഓർക്കുക. ഇനി ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി മീൻസ് സ്റ്റഡി ഓഫ് ബോൺ അല്ലെങ്കിൽ സ്കെലിറ്റൻ. അപ്പം ഇവിടെ ഓണ്ടോജനി അല്ല, ഹോമോളജി അല്ല, ഓസ്റ്റിയോളജി അല്ല. അപ്പം ശരിയെന്ന് പറയുന്നത് ഫൈലോജനിയാണ്. ഓക്കെ. നേക്കഡ് സൈറ്റോപ്ലാസം ഞാൻ ഇപ്പോൾ പറഞ്ഞു. മൾട്ടിന്യൂക്ലിയേറ്റ്, സാപ്രോഫൈറ്റ്, ഇവ എന്തിൻ്റെ സവിശേഷതയാണ്? നേക്കഡ് സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ വാൾലെസ്. നേക്കഡ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സൈറ്റോപ്ലാസം നേക്കഡ് മീൻസ് വിത്തൗട്ട് കവറിങ്, ദാറ്റ് മീൻസ് വാൾലെസ്, സെൽ വാളില്ല. മൾട്ടിന്യൂക്ലിയേറ്റ് അല്ലെങ്കിൽ സീനോസൈറ്റിക് അങ്ങനെ പറയും. ഫംഗസിൽ പറഞ്ഞ മൾട്ടിന്യൂക്ലിയേറ്റിൻ്റെ മറ്റൊരു പേരാണ് സീനോസൈറ്റിക്. സാപ്രോഫൈറ്റ്. സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ ദേ ഡിപ്പെൻഡ് ഓൺ ഡെഡ് മാറ്റർ. ശവോപജീവികൾ സാപ്രോഫൈറ്റ്. ഇവ ഏതിൻ്റെ പ്രത്യേകതയാണ്? മൊണീഡ അല്ല, പ്രോട്ടിസ്റ്റ അല്ല, ഫംഗസ് അല്ല, പിന്നെ ഏതാ? സ്ലൈം മോൾസ് ആണ്. നേക്കഡ്. ഇപ്പം മൊണീറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്ടീരിയന് സെൽ വാളുണ്ട്. പ്രോട്ടിസ്റ്റയിൽ സെൽ വാളുണ്ട്, ഫംഗസിന് സെൽ വാളുണ്ട്. അപ്പോൾ ഇവിടെ സെൽ വാൾ അല്ലെങ്കിൽ വാൾ ലെസ് ആണ്. അതാണ് നേക്കഡ് സൈറ്റോപ്ലാസം. നേക്കഡ് സൈറ്റോപ്ലാസം, മൾട്ടിന്യൂക്ലിയേറ്റ്, സാപ്രോഫൈറ്റ്, ഇവ സ്ലൈം മോൾഡിൻ്റെ പ്രത്യേകതയാണ്. സ്ലൈം മോൾഡ് ഓർക്കുക. അപ്പോൾ എൻ്റെ ആൻസർ ഇതാണ്. ഇനി സ്ലൈം മോൾഡിൻ്റെ താലോയിഡ് ശരീരഭാഷ. താലോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി എന്ന് ഉദ്ദേശിക്കുക. താലോയിഡ് ഞാനിപ്പോൾ പറയുകയുണ്ടായി, ഒന്നുകൂടെ പറയാം. വാൾലെസ് മാസ് ഓഫ് മൾട്ടിന്യൂക്ലിയേറ്റ് പ്രോട്ടോപ്ലാസത്തെ ഒരു പേര് വിളിക്കും. അതാണ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതാണ് പ്ലാസ്മോഡിയം. നമ്മൾ പ്ലാസ്മോഡിയം വിവാക്സ് എന്ന് പറഞ്ഞാൽ മലേറിയൽ പാരസൈറ്റ് ഉണ്ട്, അതൊരു ഓർഗാനിസമാണ്, അതൊരു ജീനസ് നെയിമാണ്. പക്ഷേ ഇവിടെ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ആ ബോഡിയുടെ പേരാണ്. വാൾലെസ് മാസ് ഓഫ് മൾട്ടിന്യൂക്ലിയേറ്റ് പ്രോട്ടോപ്ലാസം ദാറ്റ് ഗ്ലൈഡ്സ് ഓൺ ഡീക്കേയിങ് ലോക്സ് ഓൺ വെജിറ്റബിൾസ് എന്നാണ് പറയുക. അതിങ്ങനെ തെന്നി മാറും. ആൻഡ് ആൾസോ എൻഗൾഫ് ദ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ എന്നാണ്. അത് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷനാണ്. അങ്ങനെ അഴുകുന്ന പദാർത്ഥത്തിൽ നിന്നും അതിൻ്റെ ആഹാരം അത് വലിച്ചെടുക്കും. അതാണ് സ്ലൈം മോൾസ്. അപ്പോൾ ഇത് പ്ലാസ്മോഡിയമാണ്, ഓർക്കുക. അപ്പോൾ മൈസീലിയം എന്ന് പറഞ്ഞാൽ അത് ഫംഗസിൻ്റെ പ്ലാൻ ബോഡിയാണ്, ഓർക്കുക. ദ പ്ലാൻ ബോഡി ഓഫ് ഫംഗസ് ആണ്. മൈസീലിയം എന്ന് പറഞ്ഞാൽ ആ ഹൈഫേ എന്ന് പറയും, ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതാണ് ഫംഗസിൻ്റെ ബോഡി. അതിങ്ങനെ കൂട്ടമായി കാണപ്പെടും. ഇൻ്റർവോവൺ മാസ് ഓഫ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്, അതാണ് മൈസീലിയം. അത് ഫംഗസിൻ്റെ ബോഡിയാണ്. ഫംഗസിൻ്റെ ബോഡിയെ വിളിക്കുന്ന പേരാണ് മൈസീലിയം. ഓർക്കണം, മൈസീലിയം ഫംഗസിൻ്റെ ബോഡിയാണ്. ഇനി പ്രോട്ടോണിമ എന്ന് വെച്ചാൽ ഓർക്കുക, അത് മോസിൽ അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സിൽ വരുന്നതാണ്. അതൊരു ആൽഗ പോലെ, ഓർക്കുക. അതിൻ്റെ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്ത് മണ്ണിലുണ്ടാകുന്ന ഒരു ഫിലമെൻ്റസ് സ്ട്രക്ചർ, മണ്ണിലുണ്ടാകുന്ന ഫിലമെൻ്റസ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോണിമ. അതിൽ നിന്നാണ് പിന്നെ എറക്റ്റ് ബോഡീസ് ഉണ്ടാവുക. അതിനെ ഗെമറ്റോഫൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് പ്രോസ്ട്രേറ്റ് ആണ്. വേണേൽ ഇത് ആൽഗെ ലൈക്ക് എന്നൊക്കെ പറയാറുണ്ട്. ഫിലമെൻ്റസ് ഫോം. അപ്പോൾ സ്പോറിൽ നിന്നും രൂപം കൊള്ളുന്ന ഹൊറിസോണ്ടലായിട്ടുള്ള അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് ആയുള്ള ഫിലമെൻ്റസ് ഫോം, അത് മോസിലാണ്, ബ്രയോഫൈറ്റ്സ്. അതിനെയാണ് പ്രോട്ടോണിമ എന്ന് വിളിക്കുക. ഇനി ഫ്രൂട്ടിംഗ് ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഓർക്കുക. ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫംഗസിലാണ്. ഫംഗസിലെ റീപ്രൊഡക്ടറി സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡി.
അപ്പോൾ നമ്മൾ ഫംഗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്ന അഗാരിക്കസ് ആണ്, കുമിള് അല്ലെങ്കിൽ കൂണാണ്. അപ്പോൾ അതിൻ്റെതായ ഇങ്ങനെയുള്ള ബോഡി നമുക്കറിയാം. ഇതാണ് അതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി. ആ കാണുന്നത് ഈ ഫ്രൂട്ടിംഗ് ബോഡി ഇത് ബെസിഡിയോ കാർപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ റീപ്രൊഡക്ടറി സ്ട്രക്ചർ എന്ന് പറയാം. അതാണ് ഫ്രൂട്ടിംഗ് ബോഡി. അത് ഫംഗസിലാണ്. ഓക്കെ, ഇനി പാരമീസ്യത്തിൽ യോജിക്കാത്തത് ഏതാ? പ്രതികൂല സാഹചര്യത്തിൽ സിസ്റ്റ് ഉണ്ടാക്കും. യോജിക്കാത്തതാണ് നമ്മൾ പറയാൻ പോണത്. പ്രതികൂല സാഹചര്യത്തിൽ സിസ്റ്റ്, നമ്മൾ എൻഡമീബ പഠിച്ചിട്ടുണ്ട്. എൻഡമീബയുടെ ഒരു രൂപം എന്താ? എ മീൻ ടു ഓവർകം അൺഫേവറബിൾ സീസൺ. അൺഫേവറബിൾ സീസൺ ഓവർകം ചെയ്യാൻ വേണ്ടി അത് ഒരു മാർഗമുണ്ടാക്കും. അതാണ് സിസ്റ്റ്. അത് പാരമീസ്യം ഉണ്ടാവും. പാരമീസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിയേറ്റ്സ് ആണ്. സിലിയേറ്റ് പ്രോട്ടോസോവൻ ഫാസ്റ്റസ്റ്റ് മൂവിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് പ്രതികൂല സാഹചര്യത്തിൽ സിസ്റ്റ് പാരമീസ്യത്തിലും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. യോജിക്കാത്തതാണ് നമ്മൾ നോക്കേണ്ടത്. സിലിയ ശരീരം മുഴുവൻ, അതും ഉണ്ട്. ഇനി സങ്കോചഫേനം. സങ്കോചഫേനം എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്നാണ്. കോൺട്രാക്റ്റൈൽ വാക്യൂൾ സങ്കോചിക്കുന്നതുകൊണ്ടാണ് കോൺട്രാക്റ്റിൽ. അത് ശരിക്കും ഓസ്മോ റെഗുലേഷൻ, ഓസ്മോസിക നിയന്ത്രണം. അപ്പോൾ അധികമുള്ള ജലം പുറത്ത് കളയുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ലവണങ്ങളോ മറ്റ് പദാർത്ഥങ്ങളോ ഉണ്ടെങ്കിൽ അത് എസ് എ കൈൻഡ് ഓഫ് എക്സ്ക്രീഷൻ എന്നും പറയാം. അതാണ് ഓസ്മോസിക നിയന്ത്രണം അല്ലെങ്കിൽ ഓസ്മോ റെഗുലേഷൻ. ഓക്കെ, ഇനി സീഡോപോഡിയം ഉപയോഗിച്ച് ഇര പിടിക്കും. ഓർക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഇത് യോജിക്കത്തില്ല. സീഡോപോഡിയം അല്ല അതിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ, അത് സിലിയമാണ്. അപ്പോൾ പാരമീസ്യത്തിന് യോജിക്കാത്തത് ഇതാണ്, ഓർക്കുക. ഇനി ഡയാറ്റംസ് ഏത് വിഭാഗത്തിലാണ്? ഡയാറ്റംസ് നമ്മൾ പറഞ്ഞല്ലോ, അതെന്താണ്? പ്രോട്ടിസ്റ്റയിലാണ്. അത് എന്താ പറയുക? ക്രൈസോഫൈറ്റ്സ്. ഓർക്കുക, ക്രൈസോഫൈറ്റ്സ്. പിന്നെന്താണ്? സ്ലൈമോൾസ്, യുഗ്ലിനോയിഡ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്. അപ്പോൾ ഇതിലേതിലാണ് ഡയാറ്റംസ് ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുക. അതേതാണ്? ക്രൈസോഫൈറ്റ്സ് ആണ്, ഓർക്കുക. അപ്പോൾ ഡയാറ്റംസ് ഉൾപ്പെടുന്നത് ക്രൈസോഫൈറ്റ്സിലാണ്. ക്രൈസോഫൈറ്റ്സിൽ ഡയാറ്റംസും ഉണ്ട്, ഡെസ്മിറ്റ്സും ഉണ്ട്. നമ്മളന്ന് പറഞ്ഞു, അത് ഗോൾഡൻ ആൽഗയാണ്. അപ്പം ഇത് എന്താ പറയുക? ക്രൈസോഫൈറ്റ്സ് ആണ്, ക്രൈസോഫൈറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അമീബയിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ഇത് രണ്ടും അമീബയും എൻഡമീബയും ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. ആ വിഭാഗമാണ് നമ്മളന്ന് പറഞ്ഞു സാർക്കോഡൈൻസ്. സാർക്കോഡൈൻസിൽ വരുന്നതാ രണ്ട് യൂണീക് സെല്ലുലാർ പ്രോട്ടിസ്റ്റകളാണ് അമീബ, എൻഡമീബ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സീഡോപോഡിയ രണ്ടിലും ഉണ്ട്. സീഡോപോഡിയ നമ്മൾ കാണുകയുണ്ടായി. ലോബോപോഡിയ എന്നോ സീഡോപോഡിയ എന്നൊക്കെ പറഞ്ഞു. പിന്നെ മർമ്മം രണ്ടിലും ഉണ്ട്. പിന്നെ എക്ടോപ്ലാസം, എൻഡോപ്ലാസം, സൈറ്റോപ്ലാസം. വെളിയിലുള്ളത് എക്ടോപ്ലാസം, അകത്തുള്ളത് എൻഡോപ്ലാസം, അതുണ്ട്. പിന്നെ സങ്കോചഫേനം, അത് കോൺട്രാക്റ്റൈൽ വാക്യൂൾ. ഇതാണ് ഓർക്കുക. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയിൽ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഇല്ല, അല്ലെങ്കിൽ സങ്കോചഫേനം ഇല്ല. അപ്പം എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അമീബയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് സങ്കോചഫേനം അല്ലെങ്കിൽ കോൺട്രാക്റ്റൈൽ വാക്യൂളിൻ്റെ ആബ്സെൻസ് ആണ്. ഓക്കെ, ഇനി ട്രോഫോസോയിറ്റ് എൻഡമീബയിൽ പ്രത്യുൽപാദനം നടത്തുന്നത് എങ്ങനെ? അത് നമ്മൾ പഠിക്കുകയുണ്ടായി. അത് ബൈനറി ഫിഷൻ ആണ്, ഓർക്കുക. നമ്മളന്ന് പറയുകയുണ്ടായി ബൈനറി ഫിഷൻ, ദ്വിവിഭജനം. ബാക്കിയൊന്നുമല്ല, മിയോസിസ് അല്ല, സ്പോറിലേഷൻ അല്ല, ഇതൊന്നുമല്ല. ട്രോഫോസോയിറ്റ് നമ്മളന്ന് പറഞ്ഞു. 2 സ്റ്റേജ് ഉണ്ടെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഇനി എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക കണ്ടുപിടിച്ചത് ആരാ? കണ്ടുപിടിച്ചത് ഡാർവിൻ അല്ല, മെൻഡൽ അല്ല, ലാമാർക്ക് അല്ല, അത് ലോസ്റ്റ് ആണ്. LOSCH, ലോസ്റ്റ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക കണ്ടുപിടിച്ചത്. ഇനി ഇൻഫെക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് ഘട്ടം ഓഫ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഏതാണ്? അതിൻ്റെ ഇൻഫെക്ഷൻ സ്റ്റേജ് ഏതാ? സ്പോറോസോയിറ്റ്, അതിനകത്തല്ല. പിന്നെ മൈന്യൂട്ട ഫോം ഇല്ല, നമ്മൾ പറഞ്ഞു പ്രീ സിസ്റ്റിക് ഫോമാണ് മൈന്യൂട്ട ഫോം, അതുമല്ല. പിന്നെ ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് അല്ലെങ്കിൽ 4 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് നമുക്കറിയാം. അതാണ് 4 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് അല്ലെങ്കിൽ ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഇതുമല്ല, ട്രോഫിക് ഫോമുമല്ല. അപ്പോൾ ഇൻഫെക്റ്റീവ് ഘട്ടമോ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറഞ്ഞത് ഓർക്കുക, അത് ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റാണ്. ഇനി എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക വ്യാപിക്കുന്നത്, അത് നമുക്കറിയാവുന്നതാണ്, ഓർക്കണം.
അത് പ്രധാനമായി വ്യാപിക്കുന്നത് ഏതിലൂടെയാണ്? നമുക്കറിയാം അനോഫിലസ് കൊതുകല്ല, വായുവിലൂടെയല്ല, ഈച്ചകളല്ല, അത് കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടറാണ്. അപ്പോൾ ഇതാണ്. ഇനി സ്പോറോസോവയുടെ ചലനാവയവം ഏതാണ്? അപ്പോൾ അത് നമ്മൾ പഠിക്കുകയുണ്ടായി. അത് ഹെറ്ററോട്രോഫിക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുമ്പം അത് തരംതിരിക്കുന്നത് ലോക്കോമോട്ടറി ഓർഗാനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ അതിൽ നമ്മൾ 4 വിഭാഗങ്ങൾ പഠിച്ചു. ആദ്യത്തെ വിഭാഗമാണ് നമ്മൾ പഠിക്കുകയുണ്ടായി. അത് അമീബ അല്ലെങ്കിൽ സാർക്കോഡൈൻസ്, അതിനകത്ത് സീഡോപോഡിയം. പിന്നെ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് അല്ലെങ്കിൽ സൂഫ്ലജല്ലേറ്റ്സ്, അതിനകത്ത് നമ്മൾ ഇനി പഠിക്കേണ്ടത് ട്രിപ്പനോസോമയൊക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നെ സിലിയേറ്റ്സ് ഉണ്ട്, അതിനകത്താണ് പാരമീസിയം വരുന്നത്. പിന്നെ സ്പോറോസോവൻസ് ഓർക്കുക, അതാണ് സ്പോറോസോവ എന്ന് ഉദ്ദേശിക്കുക. അതിനകത്താണ് നമ്മൾ അതിൻ്റെ എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം ഇബാക്സ് അല്ലെങ്കിൽ മലേറിയൽ പാരസൈറ്റ് വരിക. സ്പോറോസോവൻസ് എന്നത് സ്പോറോസോവ അതിൻ്റെ പഴയ പേരെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചലനാവയം ഏതെന്ന് വെച്ചാൽ അതിന് ചലനാവയവും ഇല്ല, ഓർക്കുക. അപ്പോൾ ഇതൊന്നുമല്ല. സീഡോപോഡിയം എന്ന് വെച്ചാൽ അമീബ. ഫ്ലജല്ലം നമ്മളന്ന് പറഞ്ഞു, അത് സൂഫ്ലജല്ലേറ്റ്സ്. സിലിയ, പാരമീസിയം. അപ്പോൾ ഇതൊന്നുമല്ല. ഓക്കെ, ഇനി എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം അതെന്താണ് ഓർക്കുക. അതെങ്ങനെയാണ് നടക്കുക? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനകത്ത് കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഇല്ല. കോൺട്രാക്റ്റൈൽ വാക്യൂൾ ആബ്സെൻ്റ് ആണ് നമ്മൾ പറയുകയുണ്ടായി. സങ്കോചഫേനം. അപ്പോൾ സ്വാഭാവികമായിട്ട് സങ്കോചഫേനത്തിലൂടെയാണ് സാധാരണ എക്സ്ക്രീഷൻ നടക്കുക. കാരണം അതിനുള്ളിൽ ഇത് അക്വാട്ടിക് ആയതുകൊണ്ട് ഈ ഫേനം എന്ന് പറഞ്ഞാൽ ക്യാവിറ്റിയാണ്. അതിനകത്ത് വാട്ടർ പ്രവേശിച്ച് അതൊരു പരിധി വരെ ഒരു പർട്ടിക്കുലർ എക്സ്റ്റൻറ്റിൽ അതങ്ങ് വലുതാവുകയും പെട്ടെന്ന് അത് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സങ്കോചിക്കുകയും ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള എക്സസ് വാട്ടർ വെളിയിലേക്ക് പോകും. ആ വെളിയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ആ വാട്ടറിലൂടെ ആ സെല്ലിനകത്തുള്ള എന്തെങ്കിലും എക്സ്ക്രീറ്ററി പദാർത്ഥം ഉണ്ടെങ്കിൽ അതും എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ അയോൺസിനെ, അതുകൊണ്ടാണ് അതിനെ ഓസ്മോ റെഗുലേഷൻ എന്ന് വിളിക്കുക. പക്ഷേ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയിൽ എന്തില്ല? കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഇല്ല. പിന്നെ എങ്ങനെയാണ് എക്സ്ക്രീഷൻ നടക്കുക? അപ്പോൾ നമുക്കറിയാം ആഹാരഫേനത്തിലൂടെ എന്ന് പറയുമ്പോൾ ഫുഡ് വാക്യൂൾസ്. ഫുഡ് വാക്യൂൾസ് എന്ന് പറയുമ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ആഹാരം സംഭരിക്കുക അല്ലെങ്കിൽ അതിന് ഡൈജഷൻ നടക്കുക, ഇതിനുള്ള ഓർഗനൽസ് അല്ലെങ്കിൽ ഇതിനുള്ള ആ പ്രത്യേക സ്ട്രക്ചറാണ് ഫുഡ് വാക്യൂൾ. ഇനി സങ്കോചഫേനം നമ്മളത് പറഞ്ഞു, കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഇല്ല. പിന്നെ അടുത്ത ഏതാ? കോശ ഉപരിതലം. ഓക്കെ, ബോഡി സർഫസ് എന്ന് പറയാം, സെൽ സർഫസിലൂടെയാണ്. ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു, ഓർക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതേ കണക്കായിരിക്കും ചോദിക്കുക. മലയാളവുമാണ്. അപ്പോൾ മലയാളത്തിലാണെങ്കിലും അവർ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ഇതിൽ നിന്നും അതേപോലെ ഇനി നമ്മൾ അടുത്തത് ടോപ്പിക്കിലേക്ക് വരണം. ഇപ്പം ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ സമയം പരീക്ഷ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ഒക്കെ ഉടനെ ഇറക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.